നമസ്കാരം. തെരുവ് വിളക്കുകളിലെ പരമ്പരാഗത ബൾബ് മാറ്റി LED ആക്കാനായി തുടങ്ങിയ നിലാവ് പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. അതിലൂടെ സംസ്ഥാന സർക്കാരിന് നഷ്ടം 243 കോടി രൂപയാണ്. 10 ലക്ഷം പഴയ ബൾബുകൾ മാറ്റാനാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ മാറ്റിയത് 3,60,976 എണ്ണം മാത്രം. ലക്ഷ്യമിട്ടതിൻ്റെ 1/4 യാഥാർത്ഥ്യമായുള്ളൂ എങ്കിലും പദ്ധതിക്കായി നീക്കിവച്ച തുകയുടെ 84% ചെലവായി. കിഫ്ബി വഴി അനുവദിച്ച തുകയാണ് ഇങ്ങനെ പാഴായത്. കേന്ദ്ര ഊർജ മന്ത്രാലയത്തിനു കീഴിലെ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡിനായിരുന്നു പദ്ധതിയുടെ നിർവഹണ ചുമതല. ഇവർ ആവശ്യപ്പെട്ട പ്രകാരം നീക്കിവെച്ച 289.82 കോടി രൂപയുടെ 84% സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകി. എന്നിട്ടും പദ്ധതി പൂർത്തിയാക്കുവാനായില്ല. വൈദ്യുതി ബോർഡിന്റെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് LED ബൾബുകളിടാൻ തീരുമാനിച്ചത്. 60 ലക്ഷം വൈദ്യുതി തൂണുകളാണ് ബോർഡിനുള്ളത്. 16.24 ലക്ഷത്തിൽ തെരുവ് വിളക്ക് സ്ഥാപിച്ചിരുന്നു. അതിൽ 10.5 ലക്ഷം തൂണുകളിലെ പഴയ ബൾബുകൾ മാറ്റി LED ഇടാനായിരുന്നു പദ്ധതി. 2021 ഫെബ്രുവരി 22 മുഖ്യമന്ത്രി ഇതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. EESL, വൈദ്യുതി ബോർഡ്, തദ്ദേശ വകുപ്പ് എന്നിവയെ യോജിപ്പിച്ച് ത്രികക്ഷി കരാറുണ്ടാക്കിയാണ് തീരുമാനമെടുത്തത്. LED ബൾബുകളുടെ പരിപാലന ചുമതല ബോർഡിനായിരുന്നു. വിളക്കുകൾ കേടാകുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ വിവരം ബോർഡിനെ അറിയിക്കണമെന്നും നിശ്ചയിച്ചു. പദ്ധതിക്കായി 5 ലക്ഷം LED ബൾബുകളാണ് എത്തിച്ചത്. 3,60,976 എണ്ണം മാത്രമാണ് മാറ്റിയിട്ടത്. അതിൽ 73,922 എണ്ണം കേടാവുകയും ചെയ്തു. വിവരം നിരന്തരം അറിയിച്ചിട്ടും ബോർഡ് നന്നാക്കിയത് 13,694 എണ്ണവും. വൈദ്യുതി ബോർഡും EESLും വരുത്തിയ വീഴ്ചയാണ് പദ്ധതി പാളാൻ കാരണമായത് എന്നാണ് തദ്ദേശ വകുപ്പ് അധികൃതർ പറയുന്നത്.